അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ.എം. എബ്രഹാമിനെതിരായ സിബിഐ അന്വേഷണത്തിന് സ്റ്റേ. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ലെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ നടപടി. എബ്രഹാമിനെ പിന്തുണച്ച സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയിൽ നിലപാട് സ്വീകരിച്ചു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ കെ.എം. എബ്രഹാമിനെതിരെ സിബിഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. മുൻകൂർ പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്ന എബ്രഹാമിന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി സ്റ്റേ അനുവദിച്ചത്. കെ.എം. എബ്രഹാമിനെ അനുകൂലിച്ചുകൊണ്ട് അന്വേഷണത്തിന് സ്റ്റേ നൽകണമെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും കോടതിയിൽ വാദിച്ചു. സുപ്രീംകോടതിയുടെ തന്നെ മുൻകാല വിധിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കേസ് നിയമപരമായി നിലനിൽക്കില്ലെന്നും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ അറിയിച്ചു. വരുമാനത്തിന്റെ രേഖകൾ ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് വൈകിയതെന്ന് കെ.എം. എബ്രഹാമിനോട് ചോദിച്ച കോടതി സിബിഐ, ജോമൻ പുത്തമ്പുരയ്ക്കൽ, സംസ്ഥാന സർക്കാർ തുടങ്ങി കേസിലെ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് കെ.എം. എബ്രഹാം നൽകിയ അപ്പീൽ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, മൻമോഹൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിച്ചത്. ജനം, ഡൽഹി.